വീര്യം കുറഞ്ഞ മദ്യത്തിനായി മുൻ LDF സർക്കാർ ഇടപെടൽ നടത്തിയതിന്റെ തെളിവുകൾ പുറത്ത്. 20% വരെ വീര്യമുള്ള മദ്യം ലഭ്യമാക്കിയാൽ വീര്യം കൂടിയ മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കാൻ സാധിക്കുമെന്ന് എക്സൈസ് മന്ത്രിയായിരുന്ന MV ഗോവിന്ദന്റെ കുറിപ്പിൽ പറയുന്നു. ചട്ടം രൂപീകരിക്കേണ്ട സാഹചര്യം വിശദീകരിച്ച് ഇടതു സർക്കാർ നടത്തിയ ഫയൽ നീക്കത്തിന്റെ കുറിപ്പാണ് പുറത്തു വന്നത്. ഷഫീദ് റാവത്തർ വിവരങ്ങളും ചേരുന്നു. ഷഫീദ്, ഈ പറയുന്ന പഴത്തിൽ നിന്നോ ഏതോ മധുരക്കിഴങ്ങിൽ നിന്നൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഫെർമെന്റഡ് അല്ല, ഈ പറയുന്ന ഡിസ്റ്റിൽ അല്ലാത്ത ഫെർമെന്റഡായ മദ്യത്തിന് വേണ്ടിയാണ് വീര്യം കുറഞ്ഞ തസ്തിക അല്ലെ വീര്യം കുറഞ്ഞ മദ്യം എന്ന പ്രത്യേക ഒരു ക്ലാസിഫിക്കേഷൻ കൊണ്ടുവന്നത് എന്ന വാദത്തെ പൂർണ്ണമായി പൊളിക്കുകയാണ്. അതേസമയം ഈ നികുതിക്കാര്യത്തിൽ ഇതിലൊന്നും തീരുമാനം ഉണ്ടായിട്ടില്ലെന്ന് പറയുമ്പോഴും ബക്കാഡിയുടെ ആവശ്യപ്രകാരം തന്നെയാണ് വീര്യം കുറഞ്ഞ മദ്യം എന്ന ക്ലാസിഫിക്കേഷൻ ഉണ്ടായത് എന്ന് രേഖകൾ കൂടി വ്യക്തമാവുകയാണ്. ഷഫീദ്, ഉറപ്പായിട്ടും, കാരണം ഈ വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഘടന അടക്കമുള്ള കാര്യങ്ങളുടെ ഒരു സീരീസ് ഓഫ് നമ്മൾ രേഖകൾ അടക്കമുള്ള കാര്യങ്ങൾ, ഫയൽ നീക്കങ്ങൾ അത് നമ്മൾ കണ്ടു. പക്ഷേ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു കാര്യം ഉറപ്പാണ്, അതായത് 251% എന്നുള്ള നികുതി അത് കഴിഞ്ഞ സർക്കാർ, ഇടത് സർക്കാർ കുറച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് ആ രീതിയിൽ തന്നെ ഉയർത്തിവെച്ചു എന്നുള്ള കാര്യം ഉറപ്പാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് 2017 മുതൽ ബെക്കാഡി ശ്രമിച്ചൊരു കാര്യമാണ് കേരളത്തിൽ വീര്യം കുറഞ്ഞ ബെക്കാഡി ബ്രീസർ അടക്കമുള്ള വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ വിൽപ്പന എന്നുള്ളത്. അതിനുവേണ്ടി ഇടതു വലത് സർക്കാരുകൾ, UDF സർക്കാരാണെങ്കിലും അതേപോലെ LDF സർക്കാരാണെങ്കിലും ആഞ്ഞു പരിശ്രമിച്ചു എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. 2022 ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ചില നീക്കങ്ങളുടെ കുറിപ്പുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. അന്നത്തെ എക്സൈസ് കമ്മീഷണർ MV ഗോവിന്ദനാണ്, ഇപ്പോഴത്തെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനാണ്. അതിൽ ഈ നിയമസഭാ കമ്മിറ്റിക്ക് അടക്കം വെക്കേണ്ട ചില നോട്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുമ്പോൾ ഇപ്പോൾ ഈ സർക്കാർ പറയുന്നത് പോലെ വീര്യം കുറഞ്ഞ മദ്യം വിൽപ്പന നടത്തിയാൽ സംസ്ഥാനത്ത് മദ്യത്തിന്റെ ഉപഭോഗം വർദ്ധിക്കും എന്നുള്ള നിലപാട് അതിൽ കാണാനാകില്ല. പകരം മറുത്തൊരു നിലപാടാണ് അതിലുള്ളത് എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ കുറിപ്പിൽ, അതായത് MV ഗോവിന്ദൻ മാസ്റ്റർ ഈ ഫയൽ മൂവ്മെന്റുമായി നടത്തിയിട്ടുള്ള ഒരു കുറിപ്പിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ചട്ടം രൂപീകരിക്കേണ്ട സാഹചര്യം, അതായത് വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയുടെ ചട്ട ഭേദഗതിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണ് ചട്ടം രൂപീകരിക്കേണ്ട സാഹചര്യം വിശദീകരിക്കുന്ന കുറിപ്പ് എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ കുറിപ്പ് കൈമാറിയിരിക്കുന്നത്. അതിൽ പറയുന്ന കാര്യം, ഈ മദ്യനിരോധനമാണ്, സംസ്ഥാനത്ത് മദ്യനിരോധനം നടപ്പിലാക്കുന്നത് സംബന്ധിച്ച പഠനം നടത്തിയ ഉദയഭാനു കമ്മീഷൻ വീര്യം കൂടിയ മദ്യം ഘട്ടം ഘട്ടമായി കുറച്ചുകൊണ്ട് വീര്യം കുറഞ്ഞ മദ്യ ഉപയോഗത്തിലേക്ക് ജനങ്ങളെ കൊണ്ടുവരണമെന്ന് ശുപാർശ ചെയ്തിരുന്നു. സംസ്ഥാനത്ത് നിലവിൽ വിൽക്കുന്ന ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന്റെ വീര്യം 42.86%. ഇതോടൊപ്പം തന്നെ 20% വരെ വീര്യമുള്ള മദ്യം ലഭ്യമാക്കിയാൽ വീര്യം കൂടിയ മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കാൻ സാധിക്കുന്നതാണെന്ന് സർക്കാർ കരുതുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ അന്നത്തെ LDF സർക്കാരിന്റെയോ അല്ലെങ്കിൽ അന്നത്തെ CPM സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാട് വീര്യം കുറഞ്ഞ മദ്യം സംസ്ഥാനത്ത് വിൽപ്പന ചെയ്താൽ വീര്യം കൂടിയ മദ്യത്തിന്റെ ഉപഭോഗം കുറയ്ക്കാം എന്നുള്ളത്. അതിൽ പറയുന്നത് ഈ പറയുന്ന എന്താണ് ഉദയഭാനു കമ്മീഷൻ ശുപാർശ ചെയ്തതാണ്. മാത്രമല്ല, പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾക്കിടയിൽ വ്യാപകമാകുമെന്ന ആശങ്ക അടിസ്ഥാനമില്ലാത്തതാണ്. വീര്യമുള്ള മദ്യത്തെ പോലെ ആരോഗ്യത്തെ കൂടുതൽ ഹാനികരമായി ബാധിക്കുമെന്ന് കാണുന്നില്ല. അപ്പോൾ ഈ നിശ്ചിത പ്രായപരിധിക്ക് മുകളിലുള്ളവർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്ന് ഉറപ്പുവരുത്താവുന്നതാണ്. അതുകൊണ്ട് ഇത്തരം മദ്യം വിദ്യാർത്ഥികൾ, ഇപ്പോൾ MB രാജേഷ് അടക്കമുള്ളവർ പറയുന്നത് ഈ സാധനം റെഡി ടു ആയത് കാരണം കുട്ടികൾക്കടക്കമുള്ളവർക്ക് അത് തുറന്ന് അപ്പോൾ തന്നെ കുടിക്കാം എന്നൊക്കെയാണല്ലോ ആശങ്കയായി പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ കുട്ടികൾക്ക് ഇത് വലിയ പ്രശ്നമില്ല. കാരണം എന്താണ്, പ്രായപരിധി ചോദിച്ചിട്ടേ കൊടുക്കുകയുള്ളൂ. അതുകൊണ്ട് കുട്ടികൾക്കടക്കം പ്രശ്നമില്ല എന്ന ഫയൽ നോട്ടിൽ സർക്കാർ എഴുതി വെക്കുകയാണ്. ആരും വെച്ചോന്നുമല്ലോ ഷഫീദ്. ഉറപ്പായിട്ടും, കാരണം ഇത് ഇപ്പോൾ ഇവർ എടുത്തിരിക്കുന്ന നിലപാടിന് ഘടകവിരുദ്ധമായി ഇവർ ഭരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു നിലപാട് എടുത്തിരുന്നു എന്നുള്ള കാര്യം ഉറപ്പാണ്. മാത്രമല്ല, അതിന്റെ അവസാന ഘട്ടത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇതിന്റെ ഭാഗമായി 0.5 മുതൽ 20% വരെ വീര്യമുള്ള മദ്യവിൽപ്പന നടത്തുന്നതിന് അനുമതി നൽകുന്നതിനായി വിദേശ മദ്യ ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള കരട് ചട്ടം തയ്യാറാക്കിയിരിക്കുന്നു. പ്രസ്തുത കരട് ചട്ടം നിയമസഭാ സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണനയ്ക്കായി സമർപ്പിക്കുന്നു. അതായത് MV ഗോവിന്ദൻ എക്സൈസ് മന്ത്രിയായിരുന്ന സമയത്ത് അനക്കം വെച്ച് അതിങ്ങനെ മൂവ് ചെയ്തൊരു ഫയൽ, അത് MB രാജേഷ് എക്സൈസ് മന്ത്രിയായിരുന്ന സമയത്ത് ചട്ടഭേദഗതി നടത്തി സംസ്ഥാനത്ത് വീര്യം കുറഞ്ഞ മദ്യവിൽപ്പനയ്ക്കുള്ള നിയമപരമായ സാധ്യത ഉണ്ടാക്കിയെന്നുള്ള കാര്യം വ്യക്തമാണ്. അവിടെയും ഈ ഇപ്പോൾ CPM അതല്ലെങ്കിൽ പ്രതിപക്ഷം എടുക്കുന്ന നിലപാടിന് വളരെ ഘടകവിരുദ്ധമായി മുൻപ് അവർക്കൊരു നിലപാടുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഇത് അക്കമിട്ട് പറയുന്നുണ്ട്. അപ്പോഴും നമ്മൾ ഒരു കാര്യം പറയുന്നു, നികുതി ഘടന സംബന്ധിച്ച് ഉയർന്ന നികുതി തന്നെ അവർ ഉയർത്തിവെച്ചു, ആ സ്ലാബ് അവർ കുറച്ചില്ല. അത് VD സതീശൻ സർക്കാർ വന്നപ്പോൾ അവരുടെ ബജറ്റിൽ അത് കുത്തനെ കുറച്ചു എന്നുള്ള കാര്യവും നമുക്ക് കാണാൻ കഴിയും. ഏതായാലും ഈ രണ്ട് സർക്കാരുകളും ബെക്കാഡി ബ്രീസ അടക്കം ബെക്കാഡി പ്ലസ് അടക്കമുള്ള വീര്യം കുറഞ്ഞ മദ്യം അത് സംസ്ഥാനത്തേക്ക് വിൽപ്പന നടത്തുന്ന നീക്കങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം ഈ ഫയൽ രേഖകളിൽ നിന്ന് വ്യക്തമാണ്. ഹഷ്മി, ഷഫീദ് റാവുത്തർ വാർത്തയുടെ വിവരങ്ങൾ നൽകുകയായിരുന്നു. ചട്ടം രൂപീകരിക്കേണ്ട സാഹചര്യം എന്ന് പറഞ്ഞാൽ ഈ വീര്യം കുറഞ്ഞ മദ്യം എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കേണ്ട ഭേദഗതി ചട്ടം രൂപീകരിക്കേണ്ട ആവശ്യകതയെപ്പറ്റി MV ഗോവിന്ദനടക്കം പറഞ്ഞ പൈലോട്ടിന്റെ വിവരങ്ങളാണ് ഷഫീദ് റാവുത്തർ പറഞ്ഞത്. ഇത് 2017 തന്നെ ഈ പറയുന്ന ബക്കാടി കൊടുത്ത അപേക്ഷയുടെ വാർത്തയൊക്കെ നേരത്തെ ഷഫീദ് റാവുത്തർ റിപ്പോർട്ട് ചെയ്തതാണ്.
യഥാർത്ഥത്തിൽ വീര്യം കുറഞ്ഞ പഴങ്ങളിൽ നിന്നോ കർഷകരെ സഹായിക്കാനുള്ള വീര്യം കുറഞ്ഞ മദ്യത്തിന് വേണ്ടിയാണ് ക്ലാസിഫിക്കേഷൻ ഉണ്ടാക്കിയത് എന്ന വാദം നുണയാണ്, അല്ലെങ്കിൽ അത് തെറ്റായ വാദമാണ് എന്നൊരിക്കൽ കൂടി തെളിയുന്നു. അത് യഥാർത്ഥത്തിൽ ബക്കാടി അന്ന് സമർപ്പിച്ച അപേക്ഷ പ്രകാരം അവർക്ക് കേരളത്തിൽ വിൽക്കണമെന്നുണ്ടെങ്കിൽ വീര്യം കുറഞ്ഞ മദ്യം എന്നുള്ള ക്ലാസിഫിക്കേഷൻ ആവശ്യമാണ്. അത് വേണം എന്ന ആവശ്യപ്രകാരം, അവരുടെ ആവശ്യപ്രകാരം മാത്രമാണ് തന്നെയാണ് ഈ പറയുന്ന ക്ലാസിഫിക്കേഷൻ ഉണ്ടായത്. പഴത്തിൻ്റെ മുകളിലൊക്കെ വെറുതെ പറയുന്നതാണത്. അതേസമയം തന്നെ ആ ഘട്ടത്തിലും നികുതിയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടായിരുന്നില്ല. നികുതിയുടെ കാര്യത്തിൽ തീരുമാനമുണ്ടായത് ഈ സർക്കാരിൻ്റെ കാലത്താണ്. അത് ഈ പറഞ്ഞ കുറഞ്ഞ നികുതിയാണ്. അതിലാണ് വലിയ രാഷ്ട്രീയ വിവാദം. അതല്ല മദ്യ ഉപഭോഗത്തിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ മദ്യ വ്യാപനത്തിൻ്റെ കാര്യത്തിൽ എല്ലാ ടീമും കണക്കാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.